എല്ലാവർക്കും ടെക്ലൈമാജിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന iQOO Z9s Proയും നമ്മുടെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ നമ്മൾ കമ്പാരിസൺ ആണ്. കാരണം ഈ രണ്ട് സ്മാർട്ട് ഫോൺസും ഏകദേശം 25,000 താഴെ വരുന്ന ഫോണാണ്. സോ നമ്മുടെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ അറിയാം, നമുക്കിപ്പോൾ 25,000 വരുന്ന ഏറ്റവും ബെസ്റ്റ് ഫോണുള്ള ഒന്നാണ്. സോ നമുക്ക് iQOO Z9s ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈനിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് iQOO Z9s നമ്മുടെ iQOO 12 ഇല്ല, അതിൻ്റെ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്കിവിടെ 7.49 mm ആണ് തിക്നെസ് വരുന്നത്. ഈക്വൽ ലെതർ ബാക്ക് ആണ്. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. പിന്നെ IP64 റേറ്റിംഗ് വരുന്നുണ്ട്. സോ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ ആണെങ്കിൽ നമുക്ക് 7.9 mm ആണ് നമ്മുടെ തിക്നെസ് വരുന്നത്. അതേസമയം 174 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ലെതർ ബാക്ക് ആണ് വരുന്നത്. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. പിന്നെ IP68 റേറ്റിംഗ് വരുന്നുണ്ട്. സോ മോട്ടോ ഇച്ചിരി ഡ്യൂറബിൾ ആണ്. പിന്നെ ഡിസൈൻ്റെ കാര്യം നമ്മൾ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്, പക്ഷേ മോട്ടോ ഇച്ചിരി ഡ്യൂറബിൾ ആണ്, കാരണം IP68 റേറ്റിംഗ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് കർവ്ഡ് POLED ഡിസ്പ്ലേ ആണ്. 10-bit POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 1600 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരിക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗോറില്ല ഗ്ലാസ് 5 ആണ് പ്രൊട്ടക്ഷൻ വരിക. അതേസമയം നമ്മുടെ iQOO Z9s Proയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് കർവ്ഡ് 10-bit AMOLED പാനലാണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. 4500 nits ആണ് നമുക്ക് ബ്രൈറ്റ്നസ് വരിക. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ആയിരുന്നും പറഞ്ഞിട്ടില്ല. സോ ഡിസ്പ്ലേ ശകലം ബെറ്റർ നമ്മുടെ iQOO Z9s Pro ആണ്, കാരണം നമുക്കിവിടെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രൈറ്റ്നസും കൂടുതലാണ്. രണ്ടും കർവ്ഡ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ iQOO Z9s Proയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ് വരുന്നത്. അവിടെ ഡോൾബി സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ രണ്ട് സ്മാർട്ട് ഫോൺസിന് ഹെഡ്ഫോൺ ജാക്ക് സപ്പോർട്ടൊന്നും വരുന്നില്ല. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും രണ്ടിൻ്റെ കാര്യത്തിൽ. നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7s Gen 2 ആണ് വരുന്നത്. 4 nm പ്രോസറാണ്. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR 4X RAM, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. SD കാർഡ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേസമയം iQOO Z9s Proയുടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് വരുന്നത്. ഇവിടെ അതിൻ്റെ സ്പെക്കിംഗ് ആണ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ LPDDR 4X RAM, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. ഇവിടെ ബെറ്റർ ആണെന്ന് വെച്ചാൽ ഒബിയസ്ലി നമ്മുടെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 തന്നെയാണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലും ഡേ ടു ടാസ്ക് എല്ലാത്തിലും ബെറ്റർ ആയിട്ട് എടുക്കുന്നത് 7 Gen 3 ആണ്. നമുക്ക് അതിൻ്റെ സ്കോർ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 7s Gen 2യുടെ സ്കോർ നമ്മൾ പറയുകയാണെങ്കിൽ ടോട്ടൽ 5,98,370 ആണ്. CPUയുടെ സ്കോർ നമ്മൾ പറയുകയാണെങ്കിൽ 2,02,725 GPU 1,17,067 ആണ് വരുന്നത്. അതേസമയം നമ്മുടെ 7 Gen 3യുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് 8,32,426. നമ്മുടെ CPUയുടെ സ്കോർ നമ്മൾ പറയുകയാണെങ്കിൽ 2,70,695 ആണ് വരുന്നത്. GPU 2,55,746. ഓൾമോസ്റ്റ് ട്വൈസ് പെർഫോമൻസ് ആണ് GPUയുടെ കാര്യത്തിൽ വരുന്നത്. സോ ഗെയിമിംഗ് ഒക്കെ പൊളിയായിരിക്കും. നമുക്ക് 60 FPS ഗെയിമിംഗ് ഒക്കെ മച്ച് ബെറ്റർ ആയിരിക്കും നമ്മുടെ iQOO Z9s Pro ആക്കി. പിന്നെ iQOOയുടെ സോഫ്റ്റ്വെയർ ഇച്ചിരി ഗെയിമിംഗ് ഓറിയന്റഡ് ആണ്. സോ ഇച്ചിരി നമുക്ക് ത്രോട്ടിലും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. മോട്ടോയ്ക്ക് ശകലം ത്രോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് BGMI ഒരു 44 FPS ത്രോട്ടിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഗെയിം കുറച്ച് കളിക്കുമ്പോൾ ഒക്കെ ത്രോട്ടിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ OSന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിൽ നമുക്ക് ഹലോ UI ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. ക്ലീൻ ആണ്. നമുക്ക് ഒരു ആഡ്സും കാര്യങ്ങളൊന്നുമില്ല, ബ്ലൂടൂത്ത് ഒന്നുമില്ല. അതേസമയം നമ്മുടെ iQOO Z9s Proയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് FunTouchOS 14 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ്. 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. FunTouchOS ആണ്. സോ ശകലം ബ്ലൂടൂത്തും ആഡ്സും കാണും. ഇച്ചിരി മെനക്കെട്ടാൽ നമുക്കത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ക്യാമറ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ നമുക്ക് ബാക്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി നമുക്ക് ഒരു 50 മെഗാപിക്സൽ f1.8 ആപ്പ് തരുന്ന സോണി ലിറ്റിയ 700C എന്ന് പറയുന്ന സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. സെക്കൻഡറി നമുക്കൊരു 13 മെഗാപിക്സലിന്റെ f2.2 അൾട്രാ വൈഡ് വരുന്നുണ്ട്. അത് മാക്രോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോട്ടോ ഫോക്കസ് വരുന്നതുകൊണ്ട് തന്നെ 4K 30 FPS ആണ് വരുന്നത്. നമുക്ക് പിന്നെ സെൽഫി ക്യാമറ കാര്യം പറയുകയാണെങ്കിൽ 32 മെഗാപിക്സലിന്റെ f2.4 ആപ്പ് തരുന്ന സെൽഫി ക്യാമറ ആണ്. ഇവിടെ നമുക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേസമയം iQOO Z9s Proയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ബാക്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി ഒരു 50 മെഗാപിക്സലിന്റെ f1.8 ആപ്പ് തരുന്ന സോണി IMX882 സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ് വരുന്നത്. നമുക്ക് സെക്കൻഡറി ആയിട്ട് 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് വരുന്നുണ്ട്. 1080p 30 FPS. സെൽഫി നമുക്കൊരു 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നത്. ഇവിടെ നമുക്ക് 1080p 30 FPS. ക്യാമറയുടെ അടുത്ത് ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല. മോട്ടോ തന്നെയാണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. ഓവറോൾ സെൻസർ ബെറ്റർ ആണ്. ബെറ്റർ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. നമുക്ക് 50, 13 പിന്നെ 32 മെഗാപിക്സൽ ടോട്ടൽ
സെൻസറിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്റർ ആണ്. പിന്നെ സെൽഫി ക്യാമറ കാര്യത്തിലും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന നമുക്ക് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ബാറ്ററി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മോട്ടോയിൽ നമുക്ക് 5000 mAh ബാറ്ററിയും 68 വാട്ട് ചാർജർ ബോക്സിൽ കിട്ടും. അതേസമയം ഐക്യു Z9 S Pro കാര്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. കാരണം സ്ലിം ആയിട്ട് പോലും നമുക്ക് ലാർജർ ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ 80 വാട്ട്സിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. സോ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത് ഐക്യു Z9 S Pro തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ കണക്ടിവിറ്റി കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിൽ 12 5G ബാൻഡ് വരുന്നുണ്ട്. Wi-Fi 5 ആണ്. ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ NFC വരുന്നുണ്ട്. പിന്നെ USB Type-C 2.0. അതേസമയം നമ്മുടെ ഐക്യു Z9 S Pro നമ്മൾ പറയുകയാണെങ്കിൽ 8 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 6, ബ്ലൂടൂത്ത് 5.3, പിന്നെ USB Type-C 2.0 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അവിടെ നമുക്ക് മോട്ടോയിൽ NFC കിട്ടുമ്പോൾ നമുക്ക് ഐക്യുവിൽ നമുക്ക് Wi-Fi 6 വരുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ പ്രൈസിംഗ് നോക്കാം. സോ പ്രൈസിന് നോക്കുവാണെങ്കിൽ നമുക്ക് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ 2 വേരിയന്റ് ആണ് വരുന്നത്. 8GB 128, 8GB 128, പിന്നെ 12GB 256. 8GB 128 പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,000 രൂപയാണ്. അതേസമയം 12GB 256 പ്രൈസ് നമുക്ക് പറയുന്നത് 25,000 രൂപയാണ്. അതേസമയം ഐക്യു Z9 S Pro 3 വേരിയന്റ് ആണെന്ന് പറയുന്നത്. 8GB 128, 8GB 256, 12GB 256. സോ ഇതിന്റെ പ്രൈസ് റിവീൽ ആയിട്ടില്ല. പക്ഷെ ഞാനൊരു എക്സ്പെക്റ്റഡ് പ്രൈസ് നമ്മൾ പറയുവാണെങ്കിൽ 22,000 തൊട്ട് 25,000 ആ പ്രൈസ് റേഞ്ചിലായിരിക്കും മിക്കവാറും ഫോൺ വരാൻ പോകുന്നത്. ആ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇപ്പോൾ നോക്കുവാണെങ്കിൽ 2 സ്മാർട്ട് ഫോൺസും ഒരേ പ്രൈസിൽ തന്നെയാണ് വരുന്നത്. കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് ഐക്യു ബെറ്റർ ആണ്, കുറച്ച് കാര്യങ്ങൾ മോട്ടോ ബെറ്റർ ആണ്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം, എങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബിൽഡിന്റെ കാര്യത്തിൽ ഒബിയസ്ലി മോട്ടോ തന്നെയാണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ഡിസ്പ്ലേ ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്ന ഐക്യു Z9 S Pro ആണ്. ക്യാമറയുടെ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷനും ഇല്ല, മോട്ടോ തന്നെയാണ് ബെറ്റർ. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഐക്യു Z9 S Pro ആണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഐക്യു Z9 S Pro ആണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. കണക്ടിവിറ്റി രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ ഗെയിമിംഗ് ഇച്ചിരി പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഐക്യു Z9 S Pro ആയിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. കാരണം ഗെയിമിംഗ് വരുമ്പോൾ നമുക്ക് ബാറ്ററി കൂടി വേണ്ടി വരും. സോ ആ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഐക്യു Z9 S Pro ആണ് ബെറ്റർ. അതേസമയം നിങ്ങളൊരു ഓവറോൾ ബാലൻസ്ഡ് ഫോൺ, ക്യാമറ ഫോൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമുക്ക് മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ ആണ് ഇപ്പോഴും ബെറ്റർ ആയിട്ട് എടുക്കുന്ന പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ. സോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഏത് ഫോൺ വേണമെന്നുള്ളത്. സോ കാഴ്ചപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.